ഉക്രൈനിയൻ പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന 18 F-16 യുദ്ധവിമാനങ്ങളാണ് ഡച്ച് സർക്കാർ കൈമാറുന്നത്. ഇതിൽ നേരത്തെ 16 എണ്ണമായിരുന്നു നൽകിയിരുന്നത്. അവശേഷിക്കുന്ന അവസാനത്തെ 2 എണ്ണം ഡച്ച് സൈന്യം റൊമാനിയയിലെ ഒരു വ്യോമതാവളത്തിലേക്ക് എത്തിച്ചതായി ഹേഗിലെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. 86ാമത് എയർബേസിൽ അന്തിമ കൈമാറ്റം പൂർത്തിയായിട്ടുണ്ട്. US നിർമ്മിത വിമാനം എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന അമേരിക്കൻ പരിശീലകർ ഉക്രൈൻ വ്യോമസേനയെ പരിശീലിപ്പിക്കുന്നുണ്ട് എന്ന് ഡച്ച് പ്രതിരോധ മന്ത്രി റൂബൻ ബ്രൊക്കൽസ്മാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഷ്യക്കെതിരായ പോരാട്ടത്തിൽ ഉപയോഗിക്കുന്നതിന് ഉക്രൈന് നാറ്റോ നിലവാരമുള്ള യുദ്ധവിമാനങ്ങൾ നൽകാൻ സമ്മതിച്ച F-16 സഖ്യത്തിന്റെ ഭാഗമാണ് നെതർലാൻഡ്. ഉക്രൈനിയൻ മിലിറ്ററി ഫ്ലീറ്റിനായി 24 F-16 യുദ്ധവിമാനങ്ങളാണ് നെതർലാൻഡ് വാഗ്ദാനം ചെയ്തത്. അവ യുദ്ധത്തിൽ ഉപയോഗിക്കും. അവയുടെ ഡെലിവറികൾ ഒക്ടോബറിൽ ആരംഭിച്ചതായും റിപ്പോർട്ടുണ്ട്. മുഴുവൻ ചരക്കുകളും ജൂലൈ അവസാനമോ ആഗസ്റ്റ് ആദ്യമോ ഉക്രൈനിലേക്ക് വിതരണം ചെയ്യും. US ഇതിനകം വിതരണം ചെയ്ത F-16 യുദ്ധവിമാനങ്ങൾ എത്രമാത്രം യുദ്ധത്തിൽ സ്വാധീനം ചെലുത്തിയെന്ന് വ്യക്തമല്ല. പൈലറ്റ് പിഴവ് എന്ന് ഉക്രൈനിയൻ ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചതിൻ്റെ ഫലമായി ഒരു യുദ്ധവിമാനം റഷ്യ വെടിവെച്ചിട്ടിരുന്നു. അതേസമയം പ്രത്യേക ആയുധ സംവിധാനങ്ങളല്ല കിയവിന് വേണ്ടത് എന്നും കൃത്യമായ ഇടപെടലുകളാണ് അവർക്കാവശ്യം എന്നാണ് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ തിങ്കളാഴ്ച PBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ഞങ്ങൾ ടാങ്കുകൾ നൽകിയിട്ടുണ്ട്, ഞങ്ങൾ F-16S+ നൽകിയിട്ടുണ്ട്, ഞങ്ങൾ ഹിമർസ് നൽകിയിട്ടുണ്ട്, ഞങ്ങൾ ഒരുപാട് പട്ടാളക്കാരെയും നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിന് യുദ്ധഭൂമിയുടെ കാര്യത്തിൽ ടാങ്കുകൾ നൽകിയത് മുതൽ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ല. F-16 നൽകിയപ്പോഴും പ്രകടമായ വ്യത്യാസം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കീവിൻ്റെ നിലവിലെ യുദ്ധഭൂമിയിലെ ദുരിതങ്ങൾക്കുള്ള ഉത്തരം മുൻനിരയിലേക്ക് കൂടുതൽ സൈനികരെ അയക്കുക എന്നത് മാത്രമാണെന്നാണ് US ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അതേസമയം ബലപ്രയോഗത്തിലൂടെ റഷ്യയിൽ നിന്ന് ക്രിമിയ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുവാനുള്ള കഴിവ് നിലവിലെ സാഹചര്യത്തിൽ കീവിനില്ലെന്നാണ് ഉക്രൈനിയൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കി സമ്മതിക്കുന്നത്. ക്രീമിയ ഒരിക്കലും ഉക്രൈനിൻ്റെ കൈകളിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കുണ്ടാകില്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ പ്രതികരണം. Waytonikah.com, the exclusive Muslim matrimonial site.